ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥയിൽ ഓരോ തീരുമാനം എടുക്കാൻ ഞാൻ ഓരോ യാത്ര ചെയ്യും. യാത്രയെന്ന് പറഞ്ഞാൽ ദൂരെ പോകുന്നില്ല, എവിടെയെങ്കിലും അടുത്ത് കുറച്ച് സമാധാനമായിട്ടിരുന്ന് ആലോചിച്ചെടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ട സിറ്റുവേഷനിൽ ഇതുപോലെ വല്ല ബീച്ചിലോ പാർക്കിലോ എവിടെയെങ്കിലും ചെന്നിരിക്കും. പക്ഷേ ബീച്ചിൽ പോയത് വലിയൊരു അബദ്ധമായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം തീരുമാനം എടുക്കുന്നതൊഴിച്ച് ബാക്കിയെല്ലാം നടന്നു. അടുത്തവരുടെ പട്ട നോക്കുന്നത്, ബീച്ചിൽ വായി നോക്കിയിരിക്കുന്നത്, കുറേ പേരെന്താ ചെയ്യുന്നതെന്ന് നോക്കുന്നത്, പിന്നെ ഈ കണ്ടമാനം ആപ്പിളും മാങ്ങയൊക്കെ വാരി വലിച്ച് കഴിക്കുന്നത് ഒക്കെ നടന്നു. പക്ഷെ തീരുമാനം മാത്രം എടുക്കാൻ പറ്റിയില്ല. ആപ്പിൾ ഒരു വെറൈറ്റി ആയിരുന്നു, പക്ഷേ കുറച്ചൊക്കെ പഴുത്തു പോയ പോലെ. പക്ഷേ കൊള്ളായിരുന്നു, കഴിക്കുന്നതിനെന്താ. പിന്നെ ഈ ഐസ്, ഞാൻ ഈ ഐസ് അവർ ചെത്തിയിട്ട് തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പെട്ടെന്ന് എനിക്ക് കഴിച്ചു തീർക്കാൻ പറ്റുന്നു. പക്ഷേ ഇല്ല, എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടാണ്ട് ഞാൻ ഈ ഐസിനെ കുറേ നേരം പിടിച്ച് ഇളക്കി അതിനെ വെള്ളത്തിൻ്റെ ഇതിലാക്കി. എന്നിട്ടത് ഞാൻ കുടിച്ച്. അപ്പോൾ എനിക്ക് സമാധാനമായി, മനസ്സിനൊരു സ്വസ്ഥത കിട്ടി. ലൈറ്റുള്ള ബലൂണൊക്കെ നല്ലതാണ്, പക്ഷെ പ്രായം അതല്ലല്ലോ. ഇവിടെ വരുമ്പോൾ ഓരോ ആൾക്കാരെ കാണുമ്പോൾ അവരെന്തെങ്കിലും സീരിയസ് ആയി സംസാരിക്കുമ്പോഴായിരിക്കും എനിക്ക് ഓർമ്മ വരിക തീരുമാനം എടുക്കണ്ടേന്ന്. പക്ഷേ കോൺസെൻട്രേഷൻ കളയാൻ കുറേ കാര്യം ബീച്ചിലുണ്ട്. ഒരിക്കലും തീരുമാനം എടുക്കാൻ വേണ്ടി ബീച്ചിൽ കെട്ടിയെടുക്കരുത്. അതാണ് ഇപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. തീരുമാനം എന്തായാലും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വിശന്നിരിക്കുന്ന എന്തിനാന്ന് വിചാരിച്ച് 2-3 കടയിലൊക്കെ കയറി ഇറങ്ങി ഇഷ്ടപ്പെട്ടതും ട്രൈ ചെയ്തിട്ടില്ലാത്തതൊക്കെ വാങ്ങി ട്രൈ ചെയ്തു. പിന്നെ പാനിപൂരി, ബീച്ചിൽ പോയാൽ അതൊരു ഫീലിംഗ് ആണ്, ഇമോഷനാണ്. പാനിപൂരി ഉറപ്പായിട്ടും കഴിക്കണം. പിന്നെ നമ്മളൊരു ദോശ കഴിച്ച് അതിൽ നിർത്തി.